എന്റെ രാമേട്ട, എന്താണ് നിങ്ങൾ വിട്ട പണിക്കാര് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ശിവ, എന്തു പറ്റി? മറുതലയ്ക്കിൽ നിന്ന് രാമേട്ടന്റെ ശബ്ദം ശിവന്റെ കാതിൽ പതിച്ചു. എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്ന് നോക്കണം. ഇന്ന് രാത്രി കൊണ്ട് പന്തല് പണി ഞാൻ പറഞ്ഞതുപോലെ തീർത്തു തന്നില്ലെങ്കിൽ മിച്ചം തരാനുള്ള തുകയുടെ കാര്യത്തിൽ ഞാനും ഒരു തീരുമാനം എടുക്കും. അതെങ്ങനെ ശരിയാകാനാ? 1000 എടുത്തു നിന്ന് അഡ്വാൻസ് വാങ്ങി കീശയിലാക്കും. എന്നിട്ട് പണി അറിയാത്തന്മാരെ പറഞ്ഞു വിടും. ശിവ ഫോൺ കട്ട് ചെയ്തിട്ട് നിന്ന് പിറുപിറുത്തു. അമ്മാവൻ്റെ ഓരോ ഏർപ്പാടുകൾ, അല്ലാതെ എന്ത് പറയാൻ. ചടങ്ങ് ഓഡിറ്റോറിയത്തിൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല. വല്ല ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതെങ്ങനെ? സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ മകളുടെ കല്യാണം നടത്തണം. ഓരോരോ പിടിവാശി. ശിവന്റെ രോഷം അടങ്ങിയില്ല. എന്താ എൻ്റെ ശിവ, നീ ഇന്ന് പിറപിറുക്കുന്നത്? സുഭദ്ര കട്ടൻ ചായയുമായി ശിവയുടെ അടുക്കളേക്ക് വന്നു. ഏയ്, ഒന്നുമില്ല അമ്മായി. അമ്മാവൻ്റെ ഓരോ നിർബന്ധ ബുദ്ധിക്ക് വലയുന്നത് ഈ ഞാനല്ലേ? ഇന്നലെ രാത്രി കൊണ്ട് പണി തീർത്ത് തരാമെന്ന കരാറിലാണ് രാമേട്ടനോട് പന്തല് പണി ചെയ്തോളാൻ പറഞ്ഞത്. എന്നിട്ട് നോക്ക്, ഇതുവരെ പണി പൂർത്തിയാക്കിയോ? ഇല്ലല്ലോ. എടാ, അത് രാമേട്ടൻ നിന്റെ അമ്മാവൻ്റെ ഉറ്റ ചങ്ങാതിയല്ലേ? ഉപേക്ഷ പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അമ്മാവൻ എവിടെ അമ്മായി? കണ്ടില്ലല്ലോ. കൊള്ളാം, നീ മറന്നോ ശിവ? ഇന്നല്ലേ മൈഥിലി വരുന്നത്? അവളെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതാണ്. പറഞ്ഞതുപോലെ ഞാൻ ആ കാര്യം ഓർത്തില്ല അമ്മായി. മൈഥിലിയെ കണ്ടിട്ട് എത്ര വർഷമായി? ഇനി വെറും മൈഥിലിയല്ലല്ലോ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഡോക്ടർ മൈഥിലിയല്ലേ? ശിവ ചിരിച്ചു. ഉവ്വ്, പ്രായമായെന്നൊരു വിചാരമില്ല അവൾക്ക്. ഇപ്പോഴും എല്ലാം കുട്ടിക്കളിയാണ്. ചായ കുടിച്ച് ഗ്ലാസ് ശിവ അമ്മായിക്ക് കൊടുത്തു. ശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ആരെയാ നീ നോക്കുന്നത്? മേഘയാണോ? സുഭദ്ര ചോദിച്ചു. ഏയ്, ഞാൻ ആരെയും നോക്കിയില്ല. ശിവ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും സുഭദ്ര പിന്നിൽ നിന്ന് വിളിച്ചു. നിന്റെ പെണ്ണ് മുകളിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ തലവേദനയാണെന്ന് പറഞ്ഞ് കിടപ്പ. ആശുപത്രി പോകാൻ വിളിച്ച് കൂട്ടാക്കിയൊന്നുമില്ല. ഓരോ വാശികൾ. അമ്മായി, ഞാനൊന്ന് കയറി കണ്ടോട്ടെ? ശിവ ചോദിച്ചു. എന്തിനാടാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നിന്റെ കൂടെ ജീവിക്കേണ്ടവൾ അല്ലേ അവള്? മോൻ പോയി കാണ്. വയ്യെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകൂ. നീ പറഞ്ഞാ അവൾ കേൾക്കും, സുഭദ്ര പറഞ്ഞു. ശിവ ഒന്ന് മൂളിയിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. മേഘ കിടക്കുന്ന മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ശിവ വാതിൽ തട്ടി. കുറച്ച് സമയത്തിന് ശേഷം മേഘ വാതിൽ തുറന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളും നീരുവെച്ച കൺപോളകളും കണ്ട് ശിവ അമ്പരുന്നു. എന്തു പറ്റി മേഘ, നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? നിനക്ക് സുഖമില്ലെന്ന് അമ്മായി പറഞ്ഞു. നീ കരഞ്ഞോ? നിന്റെ കണ്ണും മുഖവും കണ്ടിട്ട് കരഞ്ഞ പോലെയുണ്ട്. എന്താ നിനക്ക് പറ്റിയത്? മേഘ ശിവയെ നോക്കി. ഒന്നുമില്ല ശിവേട്ട, തലവേദന. മരുന്ന് കഴിച്ചിട്ട് കിടന്നു നോക്കി. ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാത്തത് കൊണ്ടാവും കൺപോള വീങ്ങിയിരിക്കുന്നത്. എനിക്കൊന്നുമില്ല. ഒന്ന് എണ്ണ തേച്ച് കുളിച്ചാൽ തീരുന്ന തലവേദനയുള്ളൂ. മേഘ ചിരിച്ചെന്ന് വരുത്തി. നമുക്കൊന്ന് ആശുപത്രിയിൽ പോകാം മേഘ. വച്ചുകൊണ്ടിരിക്കേണ്ട. ചിലപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടാൽ ഈ ക്ഷീണമൊക്കെ മാറിയാലോ? ഏയ്, ആശുപത്രിയിലൊന്നും പോകേണ്ട. അസുഖം എനിക്കല്ല. ഇനി നമ്മുടെ വിവാഹകാര്യമോർത്തുള്ള പേടിയാണോ? ശിവയുടെ ശബ്ദം നിർത്തു. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയവരല്ലല്ലോ മേഘ നമ്മൾ. ശിവയുടെ പ്രണയത്തോടെയുള്ള നോട്ടം കണ്ട് മേഘ തലതാഴ്ത്തിയിരുന്നു. ശിവേട്ടൻ പൊയ്ക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ധൃതിയൊന്നുമില്ല മേഘ. എനിക്കൊന്ന് കുളിക്കണം, മേഘ അല്പം മുഷിച്ചിലൂടെ പറഞ്ഞു. ഓ ശരി, ഞാൻ തൻ്റെ കുളിസിൻ കാണാൻ നിൽക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഗെറ്റ് ഔട്ട് അടിക്കാൻ കഴിയില്ലല്ലോ. പോയി കുളിച്ചോ, ഞാൻ പോയേക്കാം. ശിവ ചിരിച്ചുകൊണ്ട് കോണിപ്പടികൾ നടന്നിറങ്ങി. മേഘ വാതിൽ കൊട്ടിയടച്ച് പൂട്ടി. ആ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി. ശിവ നേരെ അടുക്കളയിലേക്ക് നടന്നു. എന്താ അമ്മായി ഇന്ന് സ്പെഷ്യൽ? നിനക്കിഷ്ടമുള്ള ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് തുറന്ന് ഒരു കുമ്പിളപ്പം എടുത്ത് ശിവക്ക് കൊടുത്തു. ആഹാ, കൊള്ളാലോ. പക്ഷേ ഇത് എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം ഞാൻ ഒരു പോഴനല്ല അമ്മായി. അത്യാവശ്യം കേസുള്ള ഒരു വക്കീലാണ്. പൊന്നുമോള് വരുന്നതിന് സ്പെഷ്യലാക്കി ഉണ്ടാക്കിയിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വന്നിരിക്കുന്നു. ശിവ സുഭദ്രയെ കളിയാക്കി. ഒന്ന് പോടാ, നീ മേഘമോളെ കണ്ടോ? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് കുളിച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞാണ് വാതിലടച്ചത്. ശരി. സുഭദ്ര പിന്നെ ഒന്നും പറഞ്ഞില്ല. ശിവ മുറ്റത്തേക്ക് ഇറങ്ങിയതും ഗോവിന്ദൻ്റെ കാറ് വരുന്നു കണ്ടു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഗോവിന്ദൻ ഇറങ്ങി. നീ എപ്പോൾ വന്ന് ശിവ? കുറച്ച് നേരമായി അമ്മവ. മുൻസീറ്റിൽ നിന്ന് മൈഥിലി ഇറങ്ങി. മുന്നിൽ നിൽക്കുന്ന ശിവയെ അമ്പരപ്പോടെ നോക്കി. ശിവയുടെ കണ്ണുകളും ഒരു വേള മൈഥിലിയിൽ ഉടക്കി. എൻ്റെ അമ്മയെ, ഈ കോന്ത്രിപ്പല്ലിക്ക് എന്തൊരു മാറ്റം! ശിവ പിറുപിറുത്തു. ആഹാ, കേസില്ലാ വക്കീല് രാവിലെ ഹാജരായിട്ടുണ്ടല്ലോ, മൈഥിലി കളിയാക്കി. കേസില്ലാ വക്കീല് നിന്റെ... ശിവ കണ്ണുരുട്ടി. കല്യാണമായതുകൊണ്ടാണോ ഇങ്ങേരങ്ങ് ഗ്ലാമർ ആയല്ലോ? മൈഥിലി ശിവയുടെ തോളിൽ തട്ടി. ഇങ്ങേരോ? പെട്ടെന്ന് ശിവ മൈഥിലിയുടെ ചെവിക്ക് പിടിച്ചു. അയ്യോ വീട് ശിവേട്ട, സോറി, എനിക്ക് നോവുന്നു. ആഹാ, വന്ന് കയറിയില്ല അപ്പോഴേക്കും രണ്ടും കൂടെ തുടങ്ങിയോ? രണ്ടാളുടെയും വഴക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് ഗോവിന്ദൻ ഡിക്കി തുറന്നു.
ബാഗ് ഞാനെടുത്ത് വെച്ചോളാം അമ്മാവ, ശിവ പറഞ്ഞു. നീ രാവിലെ രാമനെ വിളിച്ചിട്ട് വിരട്ടിയെന്ന് കേട്ടു, ശരിയാണോ? ഗോവിന്ദൻ പുരിക ഉയർത്തി. അതെ, ശരിയാണ്. ഒരു പണി ഏറ്റെടുത്താൽ പോരാ, പറഞ്ഞ സമയത്തിന് ചെയ്തു തീർക്കാനുള്ള മിടുക്കും കൂടി വേണം എന്ന് രാമേട്ട വിളിക്കുമ്പോൾ അമ്മാവൻ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ശിവ അല്പം വീറോടെ പറഞ്ഞു. ഗോവിന്ദൻ ഒന്ന് മൂളിയിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. ശിവയുടെ ഡയലോഗ് കേട്ട് മൈഥിലി ചിരി ഓട്ടി. ഡി കൊന്ത്രമ്പള്ളി, നിന്റെ മുടിയെല്ലാം എവിടെ പോയി? ശിവ പുരിക ഉയർത്തി. മുടിയുണ്ടല്ലോ. മൈഥിലി തോളറ്റം വെട്ടിയിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്ത മുടി തലോടിക്കൊണ്ട് പറഞ്ഞു. ഇതല്ലേ ഇപ്പോഴത്തെ സ്റ്റൈല്? ഉവ്വേ, പണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ പല ചായകളും തേച്ച് നിർത്തുമായിരുന്നു. പുള്ളോ പരുന്തോ കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ അതുപോലെയുണ്ട്. അതെ, വലിയ ഡയലോഗൊന്നും വേണ്ട മിസ്റ്റർ പോർട്ടർ. എൻ്റെ ബാഗും സാധനങ്ങളും എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കൂ. അതിന് നിന്റെ തന്ത കയറിപ്പോയ കഷണ്ടി ഗോവിന്ദനെ വിളിക്ക്. ബാഗ് എടുക്കാതെ ശക്തിയായി ഡിക്കി അടച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നടന്നു. അയ്യോ, പിണങ്ങിപ്പോകാതെ ശിവേട്ട. ഓടിച്ചെന്ന് മൈഥിലി ശിവയുടെ കയ്യിൽ പിടിച്ചു. ശിവ മൈഥിലിയെ നോക്കി. ശിവ ഒന്ന് മൂളിയിട്ട് ഡിക്കി തുറന്ന് ബാഗെടുത്ത് വീട്ടിലേക്ക് കയറി. മൈഥിലിയുടെ മുറി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഹാവു ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ ജീവൻ തിരിച്ചു കിട്ടി. ശിവേട്ട, ഞാൻ പറഞ്ഞത് വിഷമായെങ്കിൽ സോറി. ഓടി കൊന്ത്രമ്പള്ളി, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. മൈഥിലി കണ്ണാടിയിൽ ചെന്ന് ചിരിച്ചു നോക്കി. അത്ര വൃത്തികേടാണോ ഈ പല്ല് ശിവേട്ട? മൈഥിലി ചോദിച്ചു. ഏയ്, ഈ പല്ല് നുണക്കൊഴിയുമല്ലേ നിന്റെ അഴക്. നീ പഴയ പടത്തിൽ ലിസയെ കണ്ടിട്ടില്ലേ? നീ ചിരിക്കുമ്പോൾ എനിക്ക് അതിലെ ലിസയാണ് ഓർമ്മ വരുന്നത്, ശിവ ചിരിച്ചു. മൈഥിലിയുടെ മുഖം ചുവന്നു. കണ്ണാടിയുടെ മുന്നിലിരിക്കുന്ന പൗഡർ ടിന്നെടുത്ത് ശിവയുടെ നേർക്കെറിഞ്ഞു. ഹു, പെണ്ണ് വയലൻ്റായി. അതൊക്കെ നിന്റെ ചേച്ചി, എൻ്റെ മേഘയെ കണ്ടുപിടിക്ക്. അവൾ എത്ര സൈലൻ്റാണ്. അതെങ്ങനാ? ഒന്ന് ദേവനും മറ്റൊന്ന് അസുരനും. അല്ല, നീ ആണാണോ എന്നാണ് എൻ്റെ സംശയം. അല്ല, പറഞ്ഞതുപോലെ കല്യാണ പെണ്ണെവിടെ? കണ്ടില്ലല്ലോ. അവൾക്ക് ഇന്നലെ മുതൽ തലവേദന. കുളിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞ് വാതിലടച്ചു. എന്നാലും താനൊന്ന് ചോദിച്ചു നോക്ക്. ആശുപത്രി പോകണമെങ്കിൽ പോകാലോ. മൈഥിലി ഒന്ന് മൂളി. ഞാൻ പോകുന്നു. ഇവിടത്തെ പോലെ തന്നെ വീട്ടിലും പിടിപ്പത് പണിയുണ്ട്. മൈഥിലി തലയാട്ടി. പന്തൽ പണിക്കാരോട് സംസാരിച്ചതിന് ശേഷം ബുള്ളറ്റിൽ കയറി ശിവ പോതെ നോക്കി മൈഥിലി നിന്നു. ചേച്ചി, വാതിൽ തുറക്ക്. മൈഥിലി വാതിലിൽ മുട്ടി. മേഘ വന്ന് വാതിൽ തുറന്നു. കല്യാണ പെണ്ണാണെന്ന് കരുതി ഇത്ര ഗമ പാടില്ല കേട്ടോ, മൈഥിലി പറഞ്ഞു. പോടി, എനിക്കെന്ത് ഗമ? ഒരു ഗമയുമില്ല. നീ വാ. ശിവേട്ടൻ പറഞ്ഞു ചേച്ചിക്ക് തലവേദനയാണെന്ന്. ഇപ്പോൾ കുറവുണ്ടോ? പനിയൊന്നും അല്ലല്ലോ അല്ലേ? മൈഥിലി മേഘയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ഏയ്, പനിയൊന്നുമില്ല, മൈഥിലി പറഞ്ഞു. ഇനി കല്യാണത്തിന്റെ പേടി കയറിയതാണോ? മൈഥിലി പുരിക ഉയർത്തി. പെട്ടെന്നാണ് മേഘയുടെ ഫോൺ റിങ് ചെയ്തത്. മൈഥിലി നോക്കി. ആദി കോളിംഗ്. മൈഥിലി വായിച്ചു. നീ കോൾ എടുക്കണ്ട, മേഘ പറഞ്ഞു. ആരാ ചേച്ചി ആദി? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഫോൺ റിങ് ചെയ്തു നിന്നു. ഒരു മിനിറ്റിന് ശേഷം വീണ്ടും ഫോണിൽ കോൾ വന്നു. ചേച്ചി, ദേ അയാൾ പിന്നെയും വിളിക്കുന്നു. കൂടെ ജോലി നോക്കുന്ന ആളല്ലേ, എന്തേലും ആവശ്യത്തിനാകും. നിനക്ക് സംസാരിക്കാൻ വൈകി വേണ്ട ചേച്ചി. എടുത്തിട്ട് തലവേദനയാണെന്ന് ഞാൻ പറയാം. മേഘ മൈഥിലിയെ തടഞ്ഞെങ്കിലും മൈഥിലി ആദിയുടെ കാളെടുത്തു. മൈഥിലി എന്തേലും പറയുന്നതിന് മുമ്പേ ആദി സംസാരിച്ചു തുടങ്ങിയിരുന്നു. മൈഥിലിയുടെ മുഖഭാവം മാറുന്നത് മേഘ കണ്ടു. മൈഥിലി ഫോൺ ചെവിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മേഘയെ രൂക്ഷമായി നോക്കി. ഞാൻ മേഘയല്ല, ചേച്ചി അങ്ങോട്ട് വിളിക്കും. മൈഥിലി മറുപടി കൊടുത്തപ്പോഴേക്കും മറുതലക്കൽ ഫോൺ കട്ട് ചെയ്തിരുന്നു. ആരാണിയാൾ? മൈഥിലിയുടെ കണ്ണുകളിൽ കുറുകി. മേഘ ഒന്നും മിണ്ടാതെ നിന്നു. അയാളുടെ സംസാരത്തിൽ നിന്ന് ഒന്ന് വ്യക്തമായി, വെറുമൊരു സഹപ്രവർത്തകൻ അല്ല എന്ന്. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത്? മേഘ മൈഥിലിയെ ഒന്ന് നോക്കി. ആദ്യം എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ബ്രേക്കപ്പായി. നിസ്സാര കാര്യത്തിൽ തുടങ്ങിയ പിണക്കം നീണ്ടുപോയി. പിന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ജോലിക്ക് കയറിയ അതേ കമ്പനിയിൽ ട്രാൻസ്ഫർ കിട്ടി വന്നപ്പോൾ ആദ്യം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പതിയെ പതിയെ ആദ്യം എന്നോട് മിണ്ടി തുടങ്ങി. ഞാനും പഴയതെല്ലാം മറന്നു. ഇതിനിടയിൽ അച്ഛൻ ശിവേട്ടനുമായുള്ള വിവാഹം ഉറപ്പിച്ചു. എൻ്റെ വിവാഹം ഉറപ്പിച്ച വിവരം ആദ്യം അറിഞ്ഞിരുന്നു. എന്നോട് കുറച്ച് ദിവസം മിണ്ടാതെ നടന്നു. ഞാനത് കാര്യമാക്കിയിരുന്നില്ല മൈഥിലി. എന്നാൽ ആദ്യം ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പോകുവാണെന്ന് കേട്ടപ്പോൾ ഞാൻ കാര്യം തിരക്കി. പിണങ്ങിയെങ്കിലും എന്നെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നുപോയി. ഞാൻ ജോയിൻ ചെയ്തത് അറിഞ്ഞതുകൊണ്ടാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നതെന്നും ആദ്യം പറഞ്ഞു. എന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉപേക്ഷിക്കാൻ തോന്നിയില്ല മൈഥിലി. ഒരു വേള എൻ്റെ മനസ്സും അവൻ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒരുപാട് അടുത്തു. അച്ഛനോട് കാര്യങ്ങൾ സാവധാനം അവതരിപ്പിക്കാനിരിക്കുമ്പോഴാണ് അച്ഛൻ എൻ്റെയും ശിവേട്ടൻ്റെയും വിവാഹത്തിൽ ഉറപ്പിച്ചത്. ജാതകം തന്നെയാണ് വില്ലൻ. ഇപ്പോൾ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ 2 വർഷം കഴിഞ്ഞേ പാടുള്ളൂ പോലും. മേഘ പിറുവിറുത്തു. മൈഥിലി പല്ല് കടിച്ചു. അപ്പോൾ എന്താണ് കവിതാക്കളുടെ പ്ലാൻ? ഒളിച്ചോടാനാണോ? നിനക്ക് ലജ്ജയില്ല ചേച്ചി. പ്രേമിക്കുന്നത് കുറ്റമൊന്നുമല്ല, പക്ഷേ നീ ശിവേട്ടനോട് കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്.
എല്ലാം നിനക്ക് ശിവേട്ടനോട് തുറന്ന് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോട് പറയാമല്ലോ. ഇതൊന്നും ചെയ്യാതെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോൾ ഇരുന്ന് മൂങ്ങുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ മനസ്സിൽ എന്തേലും അരുതാത്തത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത് പൊളിച്ച് ഞാൻ കൈ തരും. മോളെ, ശിവേട്ടൻ പാവമാണെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം. ആ പാവത്തിനെ ചതിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് ജീവനുണ്ടെങ്കിൽ ശിവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല, കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. തെറ്റ് ചെയ്തവളാണ് ഞാൻ. ആ തെറ്റിൻ്റെ പങ്ക് ശിവേട്ടൻ അനുഭവിക്കേണ്ട കാര്യമില്ല. മേഘ കിടക്കലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മൈഥിലി ഒന്നും മനസ്സിലാവാതെ നിന്നു. എന്താ ചേച്ചി പറഞ്ഞത്? തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റ്? കാര്യം തെളിയിച്ചു പറ ചേച്ചി. മേഘ എഴുന്നേറ്റ് പോയി മേശപ്പുറത്ത് തൂവാലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്രഗ്നൻസി കിറ്റ് മൈഥിലിയെ കാണിച്ചു. ചേച്ചി, ഒന്നും എന്നോട് ചോദിക്കരുത് മോളെ. ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്നലെ സംശയം തോന്നി നോക്കിയതാണ്. എനിക്ക് ആരെയും ചതിക്കാൻ ഉദ്ദേശമില്ല. ആദിയുടെ കൂടെ പോകാൻ ഞാൻ തീരുമാനിച്ചു. അതിന് കഴിയില്ലെങ്കിൽ ഞാൻ ജീവനെടുക്കും. മേഘ കണ്ണു തുടച്ചു. അതെ, അത് തന്നെയാണ് നല്ലത്. ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇരുന്ന് കരഞ്ഞാൽ മതിയല്ലോ. കുറച്ചു മുമ്പ് കൂടി നിന്റെ അടുക്കൽ വന്നതല്ലേ ശിവേട്ടൻ? നിനക്ക് വാ തുറന്ന് പറഞ്ഞൂടായിരുന്നോ? മൈഥിലി ചോദിച്ചു. ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ പിഴച്ചുപോയി. എൻ്റെ വയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നോ? എനിക്ക് കഴിയില്ല. മൈഥിലി ഒന്നും മിണ്ടിയില്ല. വിഷമിക്കാതെ, എന്തായാലും ഇനി മുന്നോട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്ക്. അരുതാത്ത ചിന്ത ഒന്നും വേണ്ട. വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ. മേഘ മറുപടി ഒന്നും പറഞ്ഞില്ല. മൈഥിലി മുറിയിലേക്ക് പോയി. ചേച്ചിക്ക് ധൈര്യമൊക്കെ കൊടുത്തെങ്കിലും ആലോചിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ മൈഥിലിക്ക് തോന്നി. ഈ സമസ്യ എങ്ങനെ പരിഹരിക്കും ഈശ്വര? മൈഥിലി കട്ടിലേക്ക് ചാഞ്ഞു. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തേയിലിട്ടപ്പോഴാണ് അടുക്കളപ്പുറത്തെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം ശ്യാമള കേട്ടത്. ഗ്യാസിന്റെ തീ കുറച്ചു വെച്ചിട്ട് കതക് തുറക്കാൻ വേണ്ടി ശ്യാമള പോയി. വാതിൽ തുറന്നതും പുറത്ത് മൈഥിലി നിൽക്കുന്നത് കണ്ടു. ആഹാ, ഇതാരും മിലിക്കുട്ടിയോ? കയറി വന്നാട്ടെ. മോൾ ഇന്ന് വരുന്ന കാര്യം സുഭദ്രയെടുത്തി പറഞ്ഞിരുന്നു. സുഖാണോ എൻ്റെ കുട്ടിക്ക്? ഒരു മാസം ഇവിടെ കാണുമോ മോളെ? ശ്യാമള മൈഥിലിയെ ചേർത്ത് പിടിച്ചു. സുഖാണപ്പച്ചി. എവിടെ? 2 ആഴ്ച കഷ്ടി നിൽക്കാൻ കഴിയും. മൈഥിലി ചിരിച്ചു. മോളിരിക്കെ, അപ്പച്ചി ചായ എടുക്കാം. ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നുമില്ലേ? മൈഥിലി അടുക്കളയിലിരുന്ന പാത്രങ്ങളുടെ മൂടി തുറന്നു നോക്കി ചോദിച്ചു. എൻ്റെ കുട്ടിക്ക് അപ്പച്ചി പഴംപൊരി ഉണ്ടാക്കിത്തരാം. ശ്യാമള ചിരിച്ചു. ശിവേട്ടൻ ഇവിടെ ഇല്ലേ അപ്പച്ചി? അവൻ മുറിയിലുണ്ട്. മോള് പോയി കണ്ടിട്ട് വാ. അപ്പോഴേക്കും അപ്പച്ചി കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കാം. മൈഥിലി ശിവയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മൈഥിലി പതിയെ കതക് തുറന്നു. ശിവ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുളിമുറിയിൽ നിന്ന് ശിവയുടെ പാട്ട് കേട്ടപ്പോൾ മൈഥിലി മുറിയിൽ തന്നെ നിന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ മുറിയിലേക്ക് വരുന്നത്. താൻ അവധിക്ക് വരുമ്പോഴൊന്നും ശിവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശിവേട്ടൻ ലോ കോളേജിൽ ചേർന്ന ശേഷം പിന്നെ ഇന്നാണ് ഞാൻ നേരിൽ കാണുന്നത്. ശിവേട്ടൻ കാഴ്ചയിൽ ഒരുപാട് മാറിപ്പോയി. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പഴയകാലത്തെ ഫോട്ടോ കണ്ട് മൈഥിലി സ്വയം പറഞ്ഞു. പെട്ടെന്നാണ് കുളിമുറിയുടെ കതക് തുറന്ന് ശിവ ഇറങ്ങി വന്നത്. തോർത്ത് മാത്രം അരയിൽ ചുറ്റി കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ശിവ മൈഥിലിയെ അവിടെ പ്രതീക്ഷിച്ചില്ല. അയ്യോ, നീ എന്താ ഇവിടെ? ഒരു മുന്നറിയിപ്പുമില്ലാതെ. ശിവയുടെ നിൽപ്പ് കണ്ട് മൈഥിലി കണ്ണുപൊത്തി. ഷോ, സോറി. മൈഥിലി കണ്ണുപൊത്തി. ഞാൻ അറിയാതെ വന്നതാ. ഇറങ്ങിപ്പോകാം. മൈഥിലി കണ്ണ് ഇറക്കിയടച്ച് നിന്നു. ഏയ് വേണ്ട. മാറിയെടുക്കാനുള്ള മുണ്ടും ബനിയനും എടുത്ത് ശിവ കുളിമുറിയിലേക്ക് കയറി. വേഷം മാറി വരുമ്പോഴും മൈഥിലി കണ്ണുകൾ ഇറക്കിയടിച്ച് അതേ നിൽപ്പ് തുടർന്നു. മൈഥിലിയുടെ നിൽപ്പ് കണ്ട് ശിവയ്ക്ക് ചിരി വന്നു. ഹലോ മേഡം, ഇനി കണ്ണു തുറന്നോളൂ. മൈഥിലി കണ്ണു തുറന്ന് ശിവയെ നോക്കി ഒരു ചമ്മിയ ചിരി പാസാക്കി. എന്താ പതിവില്ലാതെ ഈ വഴി? മുടി ചീകി ഒതുക്കുന്നതിനിടയിൽ ശിവ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ശിവേട്ട, അപ്പച്ചിയെ കാണാനായി ഇറങ്ങിയതാണ്. ശിവ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. അവളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ ശിവയ്ക്ക് അല്പം പന്തികേട് തോന്നി. എന്താ മൈഥിലി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ ഓക്കെയാണോ? ശിവയുടെ ചോദ്യം കേട്ട് പതർച്ചയോടെ മൈഥിലി നിന്നു.